നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 4th സെമസ്റ്റർ ബിടെക് ഡിഗ്രി എക്സാമിനേഷൻ ജൂലൈ 2017 ആണ്. അപ്പോൾ ജൂലൈ 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ പാർട്ട് എ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പാർട്ട് ബി അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നത് നോക്കിക്കേ, നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 പാർട്ട് ഉണ്ട്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 പാർട്ട്, തേർഡ് ക്വസ്റ്റ്യൻ 2 പാർട്ട്, 2 എണ്ണം ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് എഴുതാനുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫുൾ ഇങ്ങനെ നോക്കിക്കോളൂ. ഞാനിതിൽ ഓരോ ക്വസ്റ്റ്യനും എഴുതിയിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഹാസ് ദ ഫോളോയിങ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. എക്സിന് വാല്യൂ തന്നിട്ടുണ്ട് 0 മുതൽ 7 വരെ. താഴെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് പ്രോബിലിറ്റിയാണ് ഈ തന്നിരിക്കുന്നത്. ഫൈൻഡ് വാല്യൂ ഓഫ് കെ ആൻഡ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അടുത്തതാണ് എന്തുവാ, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അത് എത്ര മാർക്കിൻ്റെ? 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സെഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ വേരിയൻസ് ഫൈൻഡ് ചെയ്യാനാണ്. അത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ മാത്രം അറിയുന്നവർക്ക് ജയിക്കാൻ പറ്റില്ലേ. പക്ഷേ എല്ലാ പ്രാവശ്യം ഇങ്ങനെ അല്ല ചോദിക്കണേ. ചിലപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് മോഡ്യൂളായിരിക്കും, അടുത്തൊരെണ്ണം ഫസ്റ്റ് മോഡ്യൂൾ, ഒരെണ്ണം സെക്കൻഡ് മോഡ്യൂളായിരിക്കും. നമ്മളിപ്പോൾ എല്ലാ ഫോമിലെയും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ അങ്ങനത്തെ ഒരു ചോയ്സ് എടുക്കത്തില്ല. ഈ മോഡ്യൂളിൽ നമ്മൾ എല്ലാ ക്വസ്റ്റിനും ഫോമിൽ എഴുതി മാക്സിമം മാർക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കാനാണ് നോക്കുന്നതിനകത്ത്. ഓക്കെ, അപ്പം ഞാൻ ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കത്തില്ല. ഞാൻ ഇതിൽ ഓരോ ക്വസ്റ്റിനും ഇതേ ഓർഡറിൽ അകത്തോട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നോക്കി, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഹാസ് ദ ഫോളോയിങ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ കാണിച്ചിരുന്ന സെയിം ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു? നമ്മുടെ എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഹാസ് ഫോളോയിങ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇത് നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ എന്തുവാണെന്ന് നോക്കണം. അതായത് ഇത് പിന്നെ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്താ എക്സിൻ്റെ വാല്യൂ കിടക്കുന്നത്, എക്സ് ഈക്വൽ ടു 0 1 2 3 4 5 6 7 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നതല്ലേ. ഓരോ വാല്യൂ ആയിട്ട് എടുത്തെടുത്ത് പറയും. അപ്പോൾ ഇതെന്ത് കേസാണ്? ഡിസ്ക്രീറ്റ് കേസാണ്. അപ്പം നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെയും കണ്ടിന്യൂസിൻ്റെയും ഫോമിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് നോക്കുക. അതിനകത്ത് ഫസ്റ്റ് കെ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കെ ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, കെ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ക്രാഷ് കോഴ്സിനകത്ത് കണ്ടതാണ്. കെ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുമ്പം സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് ഡിസ്ക്രീറ്റ് കേസിൽ യൂസ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസിൻ്റെ കേസിലാണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 യൂസ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഡിസ്ക്രീറ്റ് കേസ് ആയത് കാരണം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എഴുതുവാണ്. വി നോ ദാറ്റ് എന്തുവാ നമുക്കറിയാവുന്നുള്ളത്? സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. നമുക്ക് സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. അതനുസരിച്ച് നമ്മൾ എന്തെടുക്കും? സമ്മേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ഓരോരുത്തരെയും നമുക്ക് ആഡ് ചെയ്യാം, ഓരോ പ്രോബിലിറ്റിയും. എങ്ങനെയാണിത്? 0 പ്ലസ് കെ പ്ലസ് 2k പ്ലസ് 2k പ്ലസ് 3k പ്ലസ് കെ സ്ക്വയർ പ്ലസ് 2k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ പ്ലസ് കെ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കെ സ്ക്വയർ പ്ലസ് 2k സ്ക്വയർ 3k സ്ക്വയർ 3k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ 10k സ്ക്വയർ പ്ലസ് അടുത്ത് നോക്കിയേ, കെ പ്ലസ് 2k 3k പ്ലസ് 2k 5k പ്ലസ് 3k 8k ഇനി ഇവിടെ കെ ഉണ്ടോ? ഉണ്ട്. 8k പ്ലസ് കെ എന്ന് പറഞ്ഞാൽ 9k ഇസ് ഈക്വൽ ടു 1. ഈ 1നെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇത് 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നാവും. നമുക്കിത് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കെയുടെ വാല്യൂ എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്തതിന്? കെ ഇസ് ഈക്വൽ ടു മൈനസ് 9 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പം 9ൻ്റെ സ്ക്വയർ ദറ്റ് ഇസ് 81 മൈനസ് ഓഫ് 4 മൈനസ് എന്തുവാ മൈനസ് 4abc ഇതാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുവാ 4 ഇൻറ്റു 10 40 ഇൻറ്റു മൈനസ് 1. അപ്പോൾ ഇത് പ്ലസ് 40 എന്നാവും. ദ ഹോൾ ബൈ 2a ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഇവിടെ 2 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്ത് വരും? 20. ഇവിടുത്തെ a 10 ആണ്, b 9 ആണ്, c എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ ദ ഹോൾ ബൈ 2a എന്നുള്ള ഫോമിലാണ് നമ്മളിവിടെ ഇപ്പം അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ഫോമിൽ അപ്ലൈ ചെയ്തിട്ട് ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഈക്വൽ ടു മൈനസ് 9 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 81 പ്ലസ് 40 എന്ന് പറയുമ്പോൾ എന്താ? 121 ബൈ 20 ദറ്റ് ഈസ്
k is equal to minus 9 plus or minus 11 by 20. That is equal to minus 9 minus 11 എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് 20 by 20യും വരും. അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് 9 പ്ലസ് 11 എന്ന് പറയുമ്പോഴോ മൈനസ് 2 by 20യും വരുന്നുണ്ട്. ദറ്റ് ഈസ് മൈനസ് 9 പ്ലസ് 11 എന്ന് പറയുമ്പോൾ പ്ലസ് 2 by 20യാണ് വരുന്നത്. മൈനസ് 20യും 20യും പോകുമ്പോൾ ഇത് മൈനസ് 1 ആകുന്നുണ്ട്. അടുത്തതാണെങ്കിലോ അടുത്തെന്താ വരുന്നത് 2 by 20 എന്ന് പറയുമ്പോൾ 1 by 10 ആവുന്നുണ്ട്. കെയുടെ വാല്യൂ നമുക്ക് രണ്ടെണ്ണം കിട്ടി. കെ ഈക്വൽ ടു -1 എന്നും കിട്ടി 1 by 10 എന്നും കിട്ടി. ഇതിൽ ഏത് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? കെയുടെ വാല്യൂ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ളതേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, നമുക്ക് റൂളുണ്ട്. പ്രോബബിലിറ്റി എപ്പോഴും എന്തിനാ എടുക്കാൻ നിൽക്കുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ കിടക്കുന്ന വാല്യൂ എല്ലാം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതും 0യ്ക്ക് 1നും ഇടയ്ക്കുള്ള വാല്യൂ പ്രോബബിലിറ്റി എപ്പോഴും കിട്ടത്തുള്ളൂ. അപ്പോൾ കെയ്ക്ക് ഞാനിപ്പോൾ എന്താ എടുക്കുന്നത്? ഈ -1 എടുക്കാത്തതിന് കാരണം പ്രോബബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആവണം. അപ്പോൾ കെ ഇപ്പം -1 എടുത്താൽ ഇവിടെ -1 എന്ന് വരും. അതൊരിക്കലും പോസിബിൾ അല്ല. പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0യ്ക്ക് 1നും ഇടയ്ക്കേ നിൽക്കത്തുള്ളൂ. സോ നമ്മുടെ വാല്യൂ എന്താണ്? കെ ഈസ് ഈക്വൽ ടു 1 by 10 ആണ് നമ്മുടെ വാല്യൂ. ഓക്കെ, നമ്മളിത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ത് വന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അപ്പം ലെസ് ദാൻ ഒരു ഈക്വൽ ടു ആണെങ്കിൽ ഇൻക്ലൂഡിങ് ദിസ് വാല്യൂ നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ 0 ലെസ് ദാൻ എന്ന് മാത്രം ഉള്ളത് കാരണം നമുക്ക് 0യും എടുക്കണ്ട 5ഉം എടുക്കണ്ട. ഇതിനിടയ്ക്കുള്ള ഈ വാല്യൂസ് എല്ലാം എടുക്കണം. അത് ഏതൊക്കെയാണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് അതിനിടയ്ക്കുള്ള വാല്യൂ ആണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 നേരെയുള്ള എന്താണ്? കെ പ്ലസ് എക്സ് ഈക്വൽ ടു 2ന് നേരെ 2k പ്ലസ് 3യുടെ നേരെ എന്തുവാണ്? 2k. എക്സ് ഈക്വൽ ടു 4ൻ്റെ നേരെ 3k. അപ്പോൾ ഇതെന്താ വരണേ? കെ പ്ലസ് 2k 3k, 3k പ്ലസ് 2k 5k, 5k പ്ലസ് 3k എന്ന് പറയുമ്പോൾ 8k. 8k എന്ന് പറയുമ്പോൾ കെക്ക് വാല്യൂ 1 by 10 കൊടുക്കുമ്പോൾ എന്തുവാണ്? 8 by 10 ആണ് നമ്മുടെ ആൻസർ. 8 by 10 തന്നെ 0.8 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ആൻസർ ആയി. അടുത്ത ആൻസർ നോക്കിയേ. തേർഡ് ആൻസർ എന്ന് പറയുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഈക്വൽ ടു ഈ ലെസ് ദാൻ ഇൻഇക്വാലിറ്റി സിമ്പിളിൻ്റെ താഴെ ഈക്വൽ ടു സിമ്പിളും കൂടെ വന്നാൽ ഇൻക്ലൂഡിങ് ദാറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കാൻ. ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയുമ്പോൾ ഇവിടെ 7 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈക്വൽ ടു സിമ്പിൾ ഉള്ളത് കാരണം 6ഉം കൂടെ എടുക്കണം. സോ ദിസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7. ദറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് ഇവിടെ 2k സ്ക്വയർ ആണ്. എക്സ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ 7k സ്ക്വയർ പ്ലസ് k. അപ്പോൾ 2k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ എന്തുവാണ്? 9k സ്ക്വയർ പ്ലസ് k ആണ്. k എന്ന് പറയുന്നത് എന്താണ്? 1 by 10. 1 by 10ൻ്റെ സ്ക്വയർ എന്തുവാണ്? 1 by 100 എന്ന് പറയും. അപ്പം ദിസ് ഈക്വൽ ടു 9 by 100 പ്ലസ് 1 by 10. ഓക്കെ, അപ്പോൾ ഇതെന്താ വരുന്നത്? 19 by 100 എന്നാണ് എൻ്റെ ആൻസർ വരിക നമുക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് 8 മാർക്കും കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ഇൻ്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ഒന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇവിടുത്തെ ഈ സമ്മേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള സ്റ്റെപ്പിന് നമുക്ക് 1 മാർക്കുണ്ട്. കെയുടെ വാല്യൂ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 1 മാർക്കുണ്ട്. അപ്പോൾ ഈ കെ ഫൈൻഡ് ചെയ്യുന്നതിന് നമുക്ക് ടോട്ടലി 2 മാർക്ക് കിട്ടും. അടുത്ത പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്നുള്ള ഈ പാർട്ട് ചെയ്യാനാണെങ്കിൽ അപ്പോൾ ഇനി ഓരോ പാർട്ടിനും നമുക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 ഈ സ്റ്റെപ്പ് എഴുതുന്നതിന് നിങ്ങൾക്ക് 1 മാർക്കായിരിക്കും. അടുത്ത സ്റ്റെപ്പിന് 1 മാർക്കായിരിക്കും. ലാസ്റ്റ് ആൻസറിന് 1 മാർക്കായിരിക്കും. അല്ലെങ്കിൽ പി ഓഫ് ഈ ലാസ്റ്റ് ആൻസർ കറക്റ്റ് ആവുന്ന മൊത്തം കറക്റ്റായി നമുക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6ൻ്റെ ഈ ഫോമിലേക്ക് 1 മാർക്കായിരിക്കും. ലാസ്റ്റ് ആൻസർ കറക്റ്റ് ആവുന്നതിന് 2 മാർക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ 8 മാർക്കിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ എന്ത് കുഞ്ഞു ക്വസ്റ്റ്യനാണ് നമുക്ക് എത്ര 8 മാർക്കിന് ചോദിച്ചിരിക്കണേന്ന് നോക്കിക്കേ. ഞാൻ താഴോട്ട് എഴുതിയത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സോറി, ഇപ്പോൾ ഓക്കെ ആണല്ലോ, കാണാൻ പറ്റില്ല. 19 by 100 കിട്ടിയത്. അപ്പോൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കിക്കോളേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോകുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ ക്രാഷ് കോഴ്സിനകത്ത് ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഞാനതിവിടെ ഇൻക്ലൂഡ് ചെയ്യുവാണ്. നമ്മൾ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ മാത്രം നോക്കുന്ന ആൾക്കാർക്ക് പിന്നെ വീണ്ടും ക്രാഷ് കോഴ്സിനകത്ത് പോയി ക്വസ്റ്റ്യൻ തപ്പാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ അതേ ഓർഡറിൽ ഇടുന്ന കാരണമാണ് ക്രാഷ് കോഴ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പറയുമ്പോൾ വന്നാലും ഞാൻ അതും കൂടി എൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതുമാണ്: ആൻ ഇൻഷുറൻസ് കമ്പനി ഏജന്റ് അക്സെപ്റ്റ്സ് പോളിസീസ് ഓഫ് 5 men all of identical age and good health. Probability that a man of this age will be alive 30 years is 2 by 3. Find the probability that in 30 years all 5 men
or at least one man will be alive. ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ഇതാണ്. ഇതെന്ത് ഡിസ്ട്രിബ്യൂഷൻ എന്നോ ഡിസ്ക്രീറ്റ് എന്നോ കണ്ടിന്യൂസ് എന്നോ ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴത്തേയും പോലെ നമ്മൾ എന്തായാലും ഫസ്റ്റ് മോഡ്യൂൾ നമ്മളതിൽ ഡിസ്ക്രീറ്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട് കണ്ടിന്യൂസ് ഉണ്ട്, പിന്നെ നമ്മൾ പഠിച്ച ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഒരു ബൈനോമിയൽ ഉണ്ട്, പോയ്സോൺ ഉണ്ട്, യൂണിഫോം, എക്സ്പോണൻഷ്യൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനായിട്ട്. ഫസ്റ്റ് പാർട്ട് എ എന്ന് പറഞ്ഞ 2 മോഡ്യൂളിലും കൂടെ പഠിക്കാനായിട്ട് ആകെ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇനി നമ്മൾ ഓരോ ഫോമിലായിട്ട് മനസ്സിൽ വിചാരിച്ചോളണം. ബൈനോമിയലിൻ്റെയും പോയ്സോണിൻ്റെയും യൂണിഫോമിൻ്റെ ഒക്കെ കാര്യങ്ങൾ ആലോചിക്കാം. നമുക്കപ്പോൾ ആദ്യം ബൈനോമിയൽ മുതൽ തുടങ്ങാം. അപ്പം നോക്കി, ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനിയിലെ ഏജന്റ് എന്ന് പറയുന്നത് 5 ആണുങ്ങളുടെ പോളിസി, 5 ആണുങ്ങൾക്ക് ഏജന്റ് അക്സെപ്റ്റ്സ് പോളിസീസ് ഓഫ് 5 men. ഓൾ ആർ എല്ലാ ഐഡന്റിക്കൽ ഏജ്, ഒരേ ഏജിലുള്ള ഒരേ ഫിസിക്കൽ, അതായത് ഒരേപോലെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ 5 പേരെ ചൂസ് ചെയ്തു. പ്രോബിലിറ്റി ദാറ്റ് എ മാൻ ഓഫ് ദിസ് ഏജ്, ഈ പ്രായത്തിലുള്ള ഈ ഒരേ ഏജിലുള്ള ആൾക്കാർ ഇനിയും ഒരു 30 വർഷം കൂടെ ജീവിച്ചിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് എ മാൻ വിൽ ബി അലൈവ് 30 years ഈസ് 2/3 തന്നിട്ടുണ്ട്. ഗിവൺ probability of a man of the given age will be alive 30 years is 2/3. അപ്പോൾ ഒരു പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. ഇപ്പോഴും നമുക്കൊന്നും അറിയില്ല ഇത് പി ആണോ ക്യൂ ആണോ ലാംഡ ആണോ ഒന്നും അറിയില്ല. ഓക്കെ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ 30 years, ഇനി വരാൻ പോകുന്ന 30 വർഷത്തിൽ 5 ആണുങ്ങളും ജീവിച്ചിരിക്കാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 man, ഇതിൽ ഒരാളെങ്കിലും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ടാവാൻ, ഇനി ഒരാളെങ്കിലും ജീവിച്ചിരിക്കും എന്നുള്ള രീതിയിൽ ചാൻസ് കൂടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ആണോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് നമ്മൾ എന്തുവാ 30 വർഷം എന്നുള്ളതാണോ അല്ല, എത്ര ആൾക്കാരെ എടുത്തത് 5 men. അപ്പം അതാണ് നമ്മുടെ എണ്ണം എന്ന് പറയുന്നത് n=5. ഓക്കെ, നമ്മളൊന്നും മുൻവിധിയിൽ എത്തുന്നില്ല. n=5 ഇതിന് ബൈനോമിയലാണോ പോയ്സോൺ ആണോ? n എന്ന് പറഞ്ഞൊരു എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ പോവില്ല, എക്സ്പോണൻഷ്യലിലൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് എണ്ണം n=5 എന്നുള്ളതുകൊണ്ട് ഒന്നുകിൽ ഇതെന്തായിരിക്കും ബൈനോമിയലിൽ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പോയ്സോണിൽ ചെയ്യാനായിരിക്കും. അപ്പം നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞു തന്നു ബൈനോമിയൽ എന്ന് പറയുമ്പോൾ എപ്പോഴും n-ന്റെ വാല്യൂ 30-ന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, n<30 ആണെങ്കിൽ ബൈനോമിയൽ യൂസ് ചെയ്യാൻ പറഞ്ഞു, n>30 ആണെങ്കിൽ പോയ്സോൺ യൂസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ചെയ്യാൻ എളുപ്പത്തിന് 30 വരെ വന്നാലും നമുക്ക് ചെയ്യാൻ പ്രയാസമാണ്. 20-ന്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈനോമിയൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ പോയ്സോൺ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ n എന്ന് പറയുന്നത് 5 ഉള്ളൂ. സോ നമുക്ക് ബൈനോമിയൽ യൂസ് ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചു. ഇനി പ്രോബിലിറ്റി തന്നിട്ടുണ്ടോ നോക്കുകയാണ്. പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ദാറ്റ് എ മെൻ ഓഫ് ദിസ് ഏജ് വിൽ അലൈവ് 30 years ഈസ് 2/3 തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പിയും ക്യൂ ആണ് പ്രോബിലിറ്റി എങ്കിൽ പി സക്സസ് ആണ്, ക്യൂ ഫെയിലിയർ ആണ്, P+Q=1 ആണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു പി ചൂസ് ചെയ്യണത് ക്വസ്റ്റ്യനിൽ എന്തുവാണോ ചോദിക്കുന്നത്, മലയാളത്തിൽ ഇവിടെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു അല്ലേ, ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിക്കുന്നത് അത് വേണം പി ആയിട്ട് ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് പി ആണോ ക്യൂ ആണോ എന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എ മെൻ in 30 years ഇനി 30 yearsൽ all 5 men or at least 1 man will be alive. ജീവിച്ചിരിക്കാനുള്ള 5 മനുഷ്യന്മാരും എന്ത് ചെയ്യണം, 30 വർഷം കഴിഞ്ഞാലും ജീവിച്ചിരിക്കാനുള്ള പ്രോബിലിറ്റി വേണം, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ജീവിച്ചിരിക്കാനുള്ള പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ജീവിച്ചിരിക്കുക എലൈവ് ആയിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ അല്ലെ മരിച്ചു പോകാനല്ല അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നോക്കുക, തന്നിരിക്കുന്ന പ്രോബിലിറ്റി എന്തുവാണ്, അതും ഒരു മനുഷ്യൻ 30 വർഷം ജീവിച്ചിരിക്കാൻ, ഒരാൾ 30 വർഷം ജീവിച്ചിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് തന്നിരിക്കുന്നത് 2/3. സോ ഈ തന്നിരിക്കുന്നതാണ് നമുക്ക് പി എന്ന് എടുക്കാം. സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ ഓൾ 5 men or at least 5 men will be ഡെത്ത് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ, അവർ മരിച്ചു പോകാനുള്ള പ്രോബിലിറ്റി എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ തന്നേക്കുന്നത് എന്താ, നമുക്ക് ഡെത്താണ് നമ്മുടെ സക്സസ്. അപ്പോൾ പി എന്ന് പറയുന്നത് ഡെത്താന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താ തന്നേക്കുന്നത്, ക്യൂ. ഇതിനെ ക്യൂ എന്ന് വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എലൈവ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, തന്നിരിക്കുന്ന പ്രോബിലിറ്റി എലൈവ് ആണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കും, ലെറ്റ് പി ബി പ്രോബിലിറ്റി ദാറ്റ് എ മാൻ ഓഫ് ദിസ് ഏജ് വിൽ ബി alive 30 years. ക്വസ്റ്റ്യനിൽ തന്ന അതേ സാധനം തന്നെ ആണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചേക്കുന്നത്. തന്നിക്കുന്നതിന് തന്നെയാണ് എലൈവ് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാനും ചോദിച്ചേക്കുന്നത്. അപ്പോൾ പി = എന്തെടുക്കും, 2/3. അപ്പോൾ എങ്ങനെ ക്യൂ കണ്ടുപിടിക്കുന്നത്, P+Q=1 എന്നറിയാം. അപ്പോൾ Q=1 - P ആണ്. ദിസ് 1 - 2/3 എന്ന് പറഞ്ഞാൽ എന്തുവാണ്, 1/3 ആണ് ക്യൂ എന്ന് പറയുന്നത്. ഇനി PDF ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തുവാണ്, PDF ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെയാണ് ഞാൻ BD എന്ന് എഴുതുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് P ഓഫ് X = ഫോമിൽ എടുത്തതിന് ആദ്യം NCX P⁻X Q⁻n - X
where x is equal to 0, 1, 2, etc. up to n. അത് എഴുതിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസറിലോട്ട് എത്തിയത്. കാരണം ഇതേ ഫോമുല നമ്മുടെ കയ്യിലുണ്ട്. ആ ഫോമുല നോക്കിയിട്ട് നമ്മൾ ആദ്യം p of x is equal to ncx p raised to x q raised to n minus x for x is equal to 0, 1, 2, etc. എന്ന് ഫോമുല എഴുതി വെച്ചു ബൈനോമിയലിൽ. ഇനി നമുക്ക് എന്നും പിയും ക്യൂവും നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ n എന്ന് പറയുന്നത് എന്തുവാണ് 5. അപ്പോൾ 5cx p എന്ന് പറയുന്നത് 2/3 റൈസ് ടു എക്സ് ക്യൂ എന്ന് പറയുന്നത് 1/3 റൈസ് ടു n എന്ന് പറയുന്നത് എന്താ 5 ആയിരുന്നു. സോ 5 മൈനസ് എക്സ് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര അപ് ടു 5. n എന്ന് പറയുന്നത് 5 ആണ്. ഇപ്പോഴാണ് നമുക്ക് ഒരു മാർക്ക് എന്തുവാ ഇവിടെ പിയും ക്യൂ ഐഡന്റിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഓരോ മാർക്ക് കിട്ടി. അടുത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമിൽ എഴുതി അതിനകത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ് അടുത്ത് നമുക്ക് മാർക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാണെന്ന് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ഓൾ 5 men are alive. എല്ലാ 5 മനുഷ്യന്മാരും ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. 5 പേരും ജീവിച്ചിരിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഈ ഫോമിലേക്കകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക നമുക്ക് 5c5 എക്സ് ഇസ് ഈക്വൽ ടു 5 കൊടുക്കുന്നത് 2/3 റൈസ് ടു 5 1/3 റൈസ് ടു 5 മൈനസ് 5. ഓക്കെ 5c5 nc n എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 5c5 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2/3 റൈസ് ടു 5 ഇൻറ്റു 1/3 റൈസ് ടു 5 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താ 0. എനി നമ്പർ റൈസ് ടു 0 എന്തുവാണ് എനി നമ്പർ റൈസ് ടു 0 1 ആണ്. സോ എൻ്റെ ആൻസർ 2/3 റൈസ് ടു 5. ഓക്കെ അടുത്തിനി നമുക്ക് പറയേണ്ടത് എന്തുവാണ് അറ്റ്ലീസ്റ്റ് 1 men വിൽ ബി അലൈവ്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 men വിൽ ബി അലൈവ്. അതായത് നമുക്ക് എന്താ വേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ജീവിച്ചിരിക്കണം. അപ്പോൾ ഒന്നിൽ കൂടുതലായ വല്ല പ്രശ്നമുണ്ടോ ഇല്ല, ഒന്നിൽ കൂടുതലായ വളരെ സന്തോഷം അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോഴേ ഓർത്തേയുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് കുറഞ്ഞത് 1. അപ്പോൾ ഒന്നിൽ കൂടുതലായാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ അറ്റ്മോസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലോ അറ്റ്മോസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എടുത്തോളാം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 men മീൻസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഏത് മുതലാണ് ഉപയോഗിക്കുന്നത് എക്സ് ഈക്വൽ ടു 0, 1, 2, 3, 4, 5 അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. ഇത്രയും ആഡ് ചെയ്യുന്നത് പ്രയാസമല്ലേ. നമുക്കിങ്ങനെ ഒരു ഫോമുല ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ബാർ എന്ന്. അതായത് എന്താണോ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ട് 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പി ഓഫ് എക്സ് ലെസ് ദാൻ 1. ഇവിടെ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇല്ല, വെറും ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണെങ്കിൽ ഇവിടെ വരേണ്ടത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരണം. സോ ദിസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ വരത്തുള്ളൂ 1നേക്കാളും താഴെ എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസ് മാത്രമേ ഉള്ളൂ. ദർ ഈസ് 1 മൈനസ് NC0 2/3 റൈസ് ടു 0 ഇൻറ്റു 1/3 റൈസ് ടു 5 മൈനസ് 0 ദറ്റ് ഈസ് 5. 2/3 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ് 2/3 റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 5 ആയിരുന്നു. അപ്പോൾ 5c0 എന്ന് പറയുന്നതും നമുക്ക് എന്തുവാണ് 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 1/3 ദ ഹോൾ റൈസ് ടു 5. ഇതാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ബാക്കി കണ്ടുപിടിച്ചോളാം. ഓക്കെ ഒരു കാര്യം ഞാനിവിടെ പറയാൻ വിട്ടുപോയതാണ്. എവിടെയെങ്കിലും NC(n) എന്ന് വന്നാൽ 1 ആണ്, NC0 എന്ന് വന്നാൽ 1 ആണ്, NC1 എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പോൾ ഇവിടെ 5c0 എന്ന് പറയുമ്പോൾ എന്തുവാണ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 2/3 ഈ ടേമിനെല്ലാം എന്തായിപ്പോൾ 1 ആയിപ്പോൾ 1/3 1 മൈനസ് 1/3 ദ ഹോൾ റൈസ് ടു 5 ആണ് വരുന്നത്. ഇത് കാൽക്കുലേറ്ററിൽ എന്താണെന്നുള്ളത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോളൂ. ഇതിൻ്റെ പോയിന്റ് ഡെസിമൽ ഫോം വേണമെന്നില്ല, ഫ്രാക്ഷൻ ആക്കി നിർത്തിയാലും മതി. ഓക്കെ അത് ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇവിടെയും നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കിക്കോളൂ. പിയും ക്യൂവും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഓക്കെ അടുത്ത പി ഓഫ് ഓൾ മെൻ എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ് ഫൈൻഡ് ചെയ്യുന്നത് പറയുമ്പോൾ 1 ആൻഡ് ലാസ്റ്റ് ആൻസർ ആകുമ്പോൾ 1 മാർക്ക്. അതുപോലെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതുമ്പോൾ 1 മാർക്ക്. എൻ്റെ ലാസ്റ്റ് ആൻസറിലോട്ട് എത്തുമ്പം നമുക്ക് 1 മാർക്ക്. അങ്ങനെ ഇത് 7 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഭയങ്കര 7 മാർക്കിനൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ ഈ ഫസ്റ്റ് മോഡുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് ബൈനോമിയൽ പിന്നെ എന്താ പോയിസോൺ
യൂണിഫോം എക്സ്പോണൻഷ്യൽ നോർമൽ. ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ പാർട്ടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ പാർട്ട് എന്ന് പറയുമ്പോൾ ഷോ ദാറ്റ് ഫോർ എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ മീൻ ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ലാംഡ. ഈ പാർട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ ആൻഡ് വേരിയൻസ് ഡെറൈവ് ചെയ്യുന്ന പഠിച്ചു വെച്ചിരിക്കണം. പ്ലസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു തിയറി ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. അത് ജൂലൈ 2017 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ചെയ്തിട്ടുള്ളതാണ്. മെയ് 2017 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അത് മൊത്തം 5 തിയറി ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നാൽ നമുക്ക് എക്സാമിന് ഉറപ്പാണ് ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് എന്ന് പറയുന്ന ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇതെന്തുവാണ്? ഷോ ദാറ്റ് എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ മീൻ ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ, അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്തുവാണ്? PDF ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് PDF ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. PD എന്ന് ഞാൻ എഴുതുന്ന പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈസ് P of x is equal to e raised to minus lambda into lambda raised to x by x factorial, where x is equal to 0, 1, 2, etc. Okay. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ മീനിൻ്റെ ഫോമിൽ എന്തുവാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് അല്ലേ? ഇവിടുത്തെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ, വെയർ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? 0, 1 മുതൽ അപ് ടു എക്സെട്ര എന്നായിട്ടേക്കുന്നത്. ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് ക്വാണ്ടിറ്റി ഇൻഫിനിറ്റി ആണ്. ഈ എഴുതിയ സംഭവത്തിനകത്ത് കോൺസ്റ്റന്റ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എക്സ് ആണ് വേരി ചെയ്യണം. ഇ റൈസ് ടു മൈനസ് ലാംഡ എന്ന് പറയുന്ന ടേമിനകത്ത് എന്തില്ല? എക്സ് ഇല്ല. സോ അതൊരു കോൺസ്റ്റന്റ് ആയത് കാരണം അതിനെ പുറത്തേക്ക് എടുത്തു. ഇൻറ്റു സമ്മേഷൻ എക്സ് ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലിനെ ഞാൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതുക. കാരണം നമ്മൾ എന്തുവാ 100 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 100 എന്നാണ് 100 ഫാക്ടോറിയലിൻ്റെ മീനിങ്. അപ്പം അതുപോലെ എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു ഏറ്റവും ലാസ്റ്റ് വാല്യൂ എക്സ് ആയിരിക്കും. അപ്പോൾ തൊട്ട് മുന്നിലത്തെ വാല്യൂ എന്തുമായിരിക്കും? എക്സ് മൈനസ് 1 ആയിരിക്കും. സോ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നോക്കിക്കേ നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഈ സമ്മേഷൻ്റെ അവിടുത്തെ വാല്യൂ ഞാൻ എഴുതാത്ത കണ്ടോ? സമ്മേഷൻ്റെ അവിടുത്തെ വാല്യൂ എന്തുവായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ബട്ട് എനിക്ക് ഇനി 0 എന്ന് എഴുതാൻ പറ്റത്തില്ല. എക്സ് ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ന് ഞാൻ എഴുതുക. കാരണം എന്താണെന്ന് പറയട്ടെ, നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാനിവിടെ എക്സ് ഇവിടെ കട്ടായി പോകും, വേരിയബിൾ ആകുമ്പോൾ. കട്ടായി പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളത് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആണ് ബാക്കിയുള്ള ആൾ. അപ്പോൾ ഇവിടെ ഇനി എക്സിന് നമ്മൾ 0 കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ -1 ഫാക്ടോറിയൽ വന്നേനെ. -1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടോറിയൽ ഇല്ല. അപ്പോൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കേസിനെ കളഞ്ഞിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 മുതൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാൽ പോലും ഈ സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പിൽ മാറ്റി എഴുതാൻ മറന്നുപോയാൽ നമ്മുടെ മാർക്ക് പോകും. എക്സ് മൈനസ് 1 ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി. എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ വരുമ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് മൈനസ് 2 ഫാക്ടോറിയലൊക്കെ വരുന്ന ബൈനോമിയലിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കേസിനകത്ത് ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതേണ്ട. ഓക്കെ ഓക്കെ അടുത്തെന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് അപ്പോൾ മറന്നു വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നോക്കി, ഇവിടെ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയലാണ് നിൽക്കുന്നത്. നമുക്ക് ലാംഡയുടെ പവറും എക്സ് മൈനസ് 1 വരണം. അങ്ങനെ എക്സ് മൈനസ് 1 വരണം എന്ന് പറഞ്ഞാൽ ഒരു ലാംഡ അങ്ങ് പുറത്തെടുത്താൽ മതി. അങ്ങനെ ഓർമ്മിക്കാൻ പ്രയാസമായവരിങ്ങനെ ആലോചിക്കുക. ഒരു ലാംഡ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അതോടൊപ്പം തന്നെ ഒരു ലാംഡ നമ്മളിവിടെ ഡിവൈഡ് ചെയ്തു. ലാംഡ ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ലാംഡ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ലാംഡ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ലാംഡ ഡിവൈഡ് ചെയ്ത് ഇത് ഓർമ്മിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. എന്നിട്ട് ആലോചിക്കേണ്ടത് ഈ ലാംഡ റൈസ് ടു എക്സും ലാംഡയും തമ്മിൽ ക്യാൻസലായി പോവാന്ന് പറഞ്ഞാൽ ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു താഴെ കിടക്കുന്ന ലാംഡ മുകളിലേക്ക് വരിക. ലാംഡ റൈസ് ടു -1 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1. അതായത് എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ ആണ്. പവറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിൽ ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഓക്കെ, സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സിന് നമ്മൾ വാല്യൂ കൊടുത്ത് നോക്കുവാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് എന്ത് വരുവാണ്? ലാംഡ റൈസ് ടു 0 ആവും. ലാംഡ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ബൈ എക്സിന് 1 വരുമ്പോൾ താഴെ വരുന്ന 0 ഫാക്ടോറിയൽ 1 ആണ്. സോ ആദ്യത്തെ ടേം 1
പ്ലസ് രണ്ടാമത് എക്സിന് 2 കൊടുക്കുമ്പോൾ ലാംഡ റൈസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് ലാംഡ റൈസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ അടുത്തെന്താ പറയുന്നത് എക്സിന് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 ഫാക്ടോറിയൽ ഈ 1 ഫാക്ടോറിയൽ 1 തന്നെയാണ് ഓക്കെ പ്ലസ് അടുത്ത എക്സിന് 3 കൊടുക്കുമ്പോൾ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 ആണ് വരുന്നത് അപ്പോൾ ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് വേറെ ആരുമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പണ്ടേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോമുലയാണ് അപ്പോൾ അതേ ഫോമിൽ എക്സിന് വരെ ലാംഡയാണ് ഇവിടെ നിൽക്കുന്നത് സോ ഇതിന് നമുക്ക് എന്ത് എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഈ ബ്രാക്കറ്റ് എന്താണ് ഇ റേസ് ടു ലാംഡയാണ് ഒരേപോലത്തെ രണ്ട് ടേം എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ് അപ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എന്ന് പറഞ്ഞാൽ എന്തുവാണ് പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് ഇ റേസ് ടു 0 എന്നാവും വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ആൻസർ കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ലാംഡ എന്ന് ആൻസർ കിട്ടി അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ത് കിട്ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം നമ്മുടെ മീൻ ലാംഡ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് വേരിയൻസ് ആണ് അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇതെല്ലാം ഡിസ്ക്രീറ്റിനായാലും കണ്ടിന്യൂസിനായാലും സെയിം ഫോമിലാണെന്ന് പറഞ്ഞ് വേരിയൻസിൻ്റെ ഫോമിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ട് ഡിസ്ക്രീറ്റിലാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ സമ്മേഷൻ കൊടുക്കണം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യുമ്പോൾ സമ്മേഷൻ കൊടുക്കണം ബട്ട് കണ്ടിന്യൂസിലാണെങ്കിൽ രണ്ടിടത്തും സമ്മേഷൻ എന്നുള്ളതിന് പകരം സിമ്പിൾ എന്താവണം ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നാവണം ഓക്കെ അതാണ് വ്യത്യാസം ഇവിടെ നമ്മളിതിൽ ഇ ഓഫ് എക്സ് ഓൾറെഡി കണ്ടുപിടിച്ചാണ് ലാംഡ നമുക്കിനി ഇ ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യണം അല്ലേ അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ ചെയ്തതുപോലെ തന്നെ എന്താ ഫോർമുല സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഓക്കെ അടുത്ത് നമ്മൾ പി ഓഫ് എക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇവിടെ നമ്മൾ ഇ റൈസ് ടു മൈനസ് ലാംഡ പുറത്തെടുത്തതുപോലെ ഇതിനകത്ത് നമ്മൾ ഇ റൈസ് ടു മൈനസ് ലാംഡ പുറത്തെടുക്കുവാണ് അടുത്ത് സമ്മേഷൻ എക്സ് സ്ക്വയർ എന്നുള്ളതിൻ്റെ കൂടെ നമ്മളൊരു ഓക്കെ ഇത് ഈ സ്റ്റെപ്പ് എത്തുന്നതിന് മുമ്പ് ഇ റൈസ് ടു മൈനസ് ലാംഡ എടുക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്നുള്ളതിൻ്റെ കൂടെ നമ്മളൊരു എക്സ് ആഡ് ചെയ്യും ഒരു എക്സ് സബ്ട്രാക്ട് ചെയ്യും ഓക്കെ അതാണ് ഞാനിവിടെ മൈനസ് എക്സ് പ്ലസ് എക്സ് എന്നിട്ടേക്കുന്നത് ഇത് ഈ പോയിസോണും ബൈനോമിയലും ഫൈൻഡ് ചെയ്യുമ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതിയിട്ട് എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഒരു എക്സ് ആഡ് ചെയ്യുന്നു ഒരു എക്സ് സബ്ട്രാക്ട് ചെയ്യുന്നു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ മൈനസ് എക്സിന് നമ്മൾ ഒന്നിച്ച് എഴുതും സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ് സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുത്താൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ നിന്നും ഈ പ്ലസ് എക്സ് എന്നുള്ളതിനെ ഞാൻ രണ്ടാമത് വേറൊരു ടേം ആയിട്ട് എടുക്കുവാണ് അപ്പോൾ അതെങ്ങനെ വരികയാണ് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ രണ്ട് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ് ഓക്കെ ഇനി നിങ്ങൾ നോക്കിക്കേ ഈ രണ്ടാമത്തെ ടേം നിങ്ങൾ ഇതിന് മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം കണ്ടിട്ടുണ്ട് എവിടെയാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഈ ടേം നോക്കിക്കേ സമ്മേഷൻ എക്സ് ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ അത് തന്നെയല്ലേ ഇവിടുത്തെ രണ്ടാമത്തെ ടേം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ലാംഡ സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിന് പകരം എന്ത് എഴുതിയാൽ മതി പ്ലസ് ഈ രണ്ടാമത്തെ ടേം എന്നുള്ളതിന് പകരം നമ്മൾ ഇനി മുതൽ ലാംഡ എന്നാണ് എഴുതാൻ പോകുന്നത് ആദ്യത്തെ ടേമിനെ മാത്രം നമ്മൾ സോൾവ് ചെയ്താൽ മതി ഇനി ഇവിടെ നേരത്തെ എക്സ് വന്നു താഴെ എക്സ് ഫാക്ടോറിയൽ വന്നു അപ്പോൾ എക്സ് കട്ട് ചെയ്ത് കളയാനായിട്ട് താഴെയുള്ള ആളെ നമ്മൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതി അപ്പം വേണേൽ ഇപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 കിടപ്പുണ്ട് അപ്പം താഴത്തെ എക്സ് ഫാക്ടോറിയൽ നമുക്ക് എക്സ് ഫാക്ടോറിയൽ തന്നെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സെട്ര അപ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ അപ്പം ഈ എക്സ് മൈനസ് 1ൻ്റെ തൊട്ട് മുന്നിലത്തെ ടേം എന്തായിരിക്കും എക്സ് മൈനസ് 2 എന്നായിരിക്കും അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് എഴുതാം അപ്പോൾ അതാണ് ഞാൻ ഇനി ഇവിടെ താഴത്തെ എക്സ് ഫാക്ടോറിയൽ എഴുതാൻ പോകുന്നത് സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളത് ഇപ്പോൾ എഴുതുന്നില്ല ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നുള്ളതിന് ഞാൻ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതി പ്ലസ് ലാംഡ നേരത്തെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് ലാംഡ സൈഡിൽ കിടപ്പുണ്ട് ഇനി ഈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1ഉം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1ഉം കട്ടായിപ്പോയി നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ വന്നത് കാരണം എക്സ് ഈക്വൽ ടു 1 മുതൽ തുടങ്ങണം എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ ഇവിടെ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ വന്നത് കാരണം എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ത് മുതൽ തുടങ്ങണം 2 ടു ഇൻഫിനിറ്റി എന്നാക്കണം ആ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളണേ അത് തെറ്റുകയാണെങ്കിൽ ബാക്കി എല്ലാത്തിനും മാർക്ക് നമുക്ക് പോകും ഓക്കെ
ദിസ് ഇസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ താഴെ x-1 ഫാക്ടോറിയൽ വന്നുകൊണ്ട് മുകളിൽ λ⁻(x-1) ആവാൻ വേണ്ടിയിട്ടാണ് ലാംഡ മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. ഇവിടെ താഴെ x-2 ഫാക്ടോറിയലാണ് വന്നത്, മുകളിൽ എനിക്ക് λ⁻(x-2) വേണം. അപ്പം -2 വരണമെങ്കിൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, λ² മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ λ² മൾട്ടിപ്ലൈ ചെയ്തു, e⁻⁻ പുറത്തേക്ക് എടുത്തു, സമ്മേഷൻ x is equal to 2 to infinity λ⁻(x) by λ² into x-2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഈ ഡിവൈഡ് ചെയ്ത ആളിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ നേരത്തെ പോലെ ഇവിടത്തെ പോലെ λ⁻(x) into λ⁻2 എന്ന് വരും. അപ്പോൾ അത് λ⁻(x-2) എന്നാവും. ഓക്കെ, ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ് അതങ്ങനെ ആവുന്നത്. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് λ² into e⁻⁻ into summation x is equal to 2 to infinity λ⁻(x-2) the whole by x-2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, λ² into e⁻⁻ നമ്മൾ എക്സിന് വാല്യൂ കൊടുത്തു തുടങ്ങുകയാണ്. ആദ്യത്തെ വാല്യൂ എക്സിന് കൊടുക്കുന്നത് 2 ആണ്. എക്സിന് 2 കൊടുക്കുമ്പോൾ λ⁻2 എന്തുവാണ്, 0. λ⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി നമ്പർ ⁻0 1 ആണ്. അതുപോലെ താഴെ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 എന്ന് പറയുന്നത് 0 ആണ്. 0 ഫാക്ടോറിയൽ 1 ആണ്. സോ ഫസ്റ്റ് ടേം 1 പ്ലസ് അടുത്ത ലാംഡയ്ക്ക് 3 കൊടുക്കുമ്പോൾ 3-2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ λ/1 ഫാക്ടോറിയൽ. അങ്ങനെ ബാക്കിയുള്ള വാല്യൂ കൊടുക്കുമ്പം λ²/2 ഫാക്ടോറിയൽ പ്ലസ് λ³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ എന്ന് വന്നപ്പോൾ നമ്മൾ എന്താ അവിടെ എഴുതിയത്, വിച്ച് ഈസ് ഈക്വൽ ടു e⁻x എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ 1 + λ/1 ഫാക്ടോറിയൽ പ്ലസ് λ²/2 ഫാക്ടോറിയൽ പോലെയല്ലേ ഈ ബ്രാക്കറ്റും കിടക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു λ² into e⁻⁻ into e⁻λ പ്ലസ് ലാംഡ. e⁻⁻യും e⁻λ ഒരേപോലത്തെ ടേമാണ്. പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് e⁻0 എന്ന് വരും. ദെയർഫോർ അത് എന്തായി പോകും, 1 ആവും. സോ നമുക്ക് എന്ത് കിട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് x² ഇസ് ഈക്വൽ ടു λ² പ്ലസ് ലാംഡ എന്ന് കിട്ടി. ഓക്കെ, ഇനി വേറൊരു പേജിലേക്ക് പോകണ്ട, വേരിയൻസിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ എഴുതുവാണേ. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോക്കിക്കേ, എക്സ്പെക്റ്റേഷൻ ഓഫ് x² അതിപ്പോൾ കിട്ടിയ ആൻസർ λ² പ്ലസ് ലാംഡ മൈനസ് e(x) the whole square, എക്സ്പെക്റ്റേഷൻ ഓഫ് x the whole square, അതായത് a(x) എന്തുവാണ്, ലാംഡയാണ്, അതിൻ്റെ സ്ക്വയർ, അതായത് -λ². സോ ആൻസർ എന്ത് തന്നെ കിട്ടി, ലാംഡ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയില്ലേ. ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു, മീനും വേരിയൻസും ലാംഡ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി, മീൻ ഈക്വൽ ടു ലാംഡ നേരത്തെ കിട്ടി. ഇപ്പോൾ വേരിയൻസ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുവാണ്, ഈ ചാപ്റ്ററിനകത്ത് ആകെ 5 തിയറി ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ 5 തിയറി ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്തുവാണ്, നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞപ്പം നിങ്ങളെ പഠിപ്പിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യനാണ്, ബട്ട് ഇതിൽ ഞാൻ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത് കാരണം സെയിം മോഡലിൽ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗിവൺ സിറ്റി 6% of all drivers get at least 1 parking ticket per year. Use Poisson approximation to determine the probability that among 80 drivers randomly chosen in the city, 4 will get at least 1 parking ticket in any given year. At least 3 will get at least 1 parking ticket in any given year. Anywhere from 3 to 6 inclusive will get parking ticket in any given year. Okay. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു സിറ്റിയിൽ 6% ഡ്രൈവേഴ്സിന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വണ്ടി കൊണ്ട് റോങ് സൈഡ് പാർക്ക് ചെയ്യുന്നതിൻ്റെ പാർക്കിംഗ് ടിക്കറ്റ് കിട്ടാറുണ്ട്. ഓക്കെ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള 80 ഡ്രൈവേഴ്സിനെ എടുത്താൽ അതിൽ 4 will get at least 1 parking ticket. ഒരാൾക്കെങ്കിലും പ്രോബ്ലം കണ്ടുപിടിക്കാൻ എന്തുവാണ്, യൂസ് പോയിസൺ അപ്രോക്സിമേഷൻ ടു ഡിറ്റർമൈൻ ദ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിൻ്റെ, എമംഗ് 80 ഡ്രൈവേഴ്സ്, 80 ഡ്രൈവേഴ്സിനെ എടുത്താൽ അതിൽ 4 പേർക്ക് കിട്ടാൻ, അറ്റ്ലീസ്റ്റ് 3 പേർക്ക് കിട്ടാൻ, ഇൻ ബിറ്റ്വീൻ 3 to 6 ആൾക്കാർക്ക് കിട്ടാൻ എന്തുവാ, പാർക്കിംഗ് ടിക്കറ്റ്. നമ്മളിങ്ങനെ റോങ് സൈഡ് പാർക്ക് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ പാർക്കിംഗ് ടിക്കറ്റ് കിട്ടത്തില്ല. അങ്ങനെ പാർക്കിംഗ് ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അവർ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് പോയിസൺ അപ്രോക്സിമേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പോകുന്നു. സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ പോയിസോൺ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിത് എങ്ങനെ ചെയ്യാൻ പോകണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമുല പറഞ്ഞു തന്നപ്പോൾ ഓർമ്മിക്കാൻ പറഞ്ഞ ഫോമുല പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം അവിടെ മീനും വേരിയൻസും ലാംഡ എന്ന് പറഞ്ഞു. അത് പോട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ >30 ആയിരിക്കണം, വലിയ ക്വാണ്ടിറ്റി ആയിരിക്കണം. പിന്നെ ഒരു കാര്യം പറഞ്ഞ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ക്വസ്റ്റ്യനിൽ ലാംഡ തന്നേക്കണം, ലാംഡ ഗിവൺ ആയിരിക്കണം.
സപ്പോസ് ലാംഡ ഈസ് നോട്ട് ഗിവൺ, ലാംഡ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ലാംഡ ഈക്വൽ ടു എന്തെന്ന് എടുത്താൽ മതി, എൻ പി എന്ന് എടുത്താൽ മതി. ബൈനോമിയലിലെ മീനിൻ്റെ ഫോമുല എൻ പി. ഇവിടെത്തെ ലാംഡ എന്ന് പറഞ്ഞാൽ മീനാണ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു എൻ പി എന്നുള്ള ഫോമിൽ എടുത്താൽ മതി. ഇത് ഞാൻ അപ്പോഴും പറഞ്ഞു തന്ന സൈഡിൽ മലയാളത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ക്വസ്റ്റ്യനിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ അവർ പറഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ എൻ എത്രയാണ്, എത്ര ഡ്രൈവേഴ്സിനാണ് എടുത്തേക്കുന്നത്. എൻ ഈക്വൽ ടു 18. അപ്പോൾ ഗ്രേറ്റർ ദാൻ 30 വന്നാൽ ഓഫ്കോഴ്സ് നമ്മൾ എന്തേ എടുക്കത്തുള്ളൂ, നമുക്ക് ബൈനോമിയലിൽ വേണമെങ്കിൽ ചെയ്യാം. ബട്ട് ഈസി ആയിട്ട് എന്താ നമുക്ക് ചെയ്യാനായിട്ട് പോയിസോണാണ് ചെയ്യാൻ എളുപ്പം. അപ്പോഴേ നമ്മൾ ആണെങ്കിലും ഇത് എന്തിലേ ചെയ്യത്തുള്ളായിരുന്നു, പോയിസോണിൽ ചെയ്യത്തുള്ളായിരുന്നു. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, 6% ഓഫ് ദ ഡ്രൈവേഴ്സ് വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ്. അതായത് ഒരു പാർക്കിംഗ് ടിക്കറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 6% എന്ന് തന്നിട്ടുണ്ട്. ഇൻ എ ഗിവൺ സിറ്റി 6% ഓഫ് ഓൾ ഡ്രൈവേഴ്സ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ്. അപ്പോൾ പാർക്കിംഗ് ടിക്കറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് 6% തന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് പി ആണോ ക്യൂ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് തീരുമാനിക്കാം. ക്വസ്റ്റ്യനിലും എന്തുവാ ചോദിച്ചിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ് ഇൻ എനി ഗിവൺ ഇയർ. അറ്റ്ലീസ്റ്റ് 3 വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ്. അപ്പം അവിടെയും ചോദിച്ചിരിക്കുന്നത് എന്തുവാ, പാർക്കിംഗ് ടിക്കറ്റ് 1 ഇയറിൽ ഗിവൺ ഇയറിൽ പാർക്കിംഗ് ടിക്കറ്റ് കിട്ടാൻ ഒരാൾക്ക് 4 പേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് 3, ഇങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ടും സെയിം ആയത് കാരണം ഈ തന്നിരിക്കുന്നത് നമുക്ക് എന്തെന്ന് എടുക്കാം, പി എന്ന് എടുക്കാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്തുവാണ്, പ്രോബബിലിറ്റി of getting at least 1 parking ticket in parking ticket per year അല്ലേ, ഓരോ ഇയർ പാർക്കിംഗ് ടിക്കറ്റ് പെർ ഇയർ. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി എന്താ തന്നിരിക്കുന്നത്, 6%. 6% എന്താ, 6/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.06. എൻ വലുതും പി വളരെ ചെറുതും. ലാംഡ തന്നിട്ടില്ല, therefore ലാംഡ ഈസ് ഈക്വൽ ടു എന്ന് എടുക്കും, നമ്മൾ എൻ പി എന്ന് എടുക്കുന്നു. എൻ ഈസ് ഈക്വൽ ടു 80 × 6/100. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എന്തുവാണ്, 4.8 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, 4.8 എന്ന് കിട്ടി, ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളെടുത്ത് ബൈനോമിയൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞത്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ PDF-ന്റെ ഫോമിൽ എന്തുവാണ്, PDF ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ PD ഇട്ടോട്ടെ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് P of x is equal to e raised to minus lambda into lambda raised to x by x factorial, where x is equal to 0, 1, 2, etc. അപ്പോൾ ഇവിടുത്തെ ലാംഡ എന്തുവാ, 4.8 ആണ്. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to minus 4.8 into 4.8 raised to x by x factorial, where x is equal to 0, 1, 2, etc. ഓക്കെ, നമുക്ക് ലാംഡ ഫൈൻഡ് ചെയ്ത് നമ്മൾ പ്രോബബിലിറ്റി ഇത്രയും ഡീറ്റെയിൽസ് ചെയ്തപ്പോൾ ഒരു മാർക്ക് കിട്ടി, ലാംഡ ഫൈൻഡ് ചെയ്തപ്പോൾ ഒരു മാർക്ക് കിട്ടി, പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരു മാർക്ക് കിട്ടി. ഇനി നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് ഓരോന്നായിട്ട് ഫൈൻഡ് ചെയ്യുന്നതിനാണ്. അതെങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി 4 വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ്. അതായത് പ്രോബബിലിറ്റി ഓഫ് 4 വിൽ ഗെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്, P of x is equal to 4 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എക്സിൻ്റെ സ്ഥാനത്ത് 4 എടുക്കുമ്പോൾ ഇതെങ്ങനെ വരും, e raised to minus 4.8 into 4.8 raised to 4 by 4 factorial. അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്തുവാണ്, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 3. അപ്പോൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, കുറഞ്ഞത് 3 കൂടുതലായി നമുക്ക് സങ്കടമൊന്നും ഇല്ല. അതുകൊണ്ട് P of x greater than or equal to 3 ആണ് അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാലോ, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ P of x less than or equal to എന്നായിരുന്നു ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എന്നുള്ളതിന് ഒരു അറ്റ്മോസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P of x less than or equal to 3 ഫൈൻഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം P of x greater than or equal to 3 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാം. അപ്പോൾ greater than or equal to 3 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം, P of 3, P of 4, ഇങ്ങനെ നമുക്കറിയില്ല, അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുവാണ് അല്ലേ. ഇത് കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് എന്താ, അതിനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നത്. ഇത് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3യുടെ ഓപ്പോസിറ്റ് എന്തുവാണ്, P of x less than 3. That is equal to 1 minus എന്തൊക്കെ വരും, x less than 3 എന്ന് പറയുമ്പോൾ P of x is equal to 0 plus P of x is equal to 1 plus P of x is equal to 2. ഇതിന് വെറുതെ ആ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. 1 മൈനസ് ബ്രാക്കറ്റിൽ e raised to minus 4.8 into 4.8 raised to 0 by 0 factorial. 0 factorial 1 ആണ്, പ്ലസ് e raised to minus 4.8 into 4.8 raised to 1 by 1 factorial plus e raised to minus 4.8 into 4.8 the whole square by 2 factorial. അങ്ങനെ എൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നതാണ് എനിവെയർ ഫ്രം 3 to 6. അപ്പോൾ എനിവെയർ ഫ്രം 3 to 6 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എഴുതുവാണത്
ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പ്രോബിലിറ്റി ഓഫ് എനി വെയർ ഫ്രം 3 to 6 എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനി വെയർ ഫ്രം 3 to 6 ഇൻക്ലൂസീവ്. അപ്പോൾ ഇൻക്ലൂഡിങ് 3ക്കും 6നും ഇടയ്ക്ക്. അപ്പോൾ P of 3 less than or equal to x less than or equal to 6. That is equal to എന്തൊക്കെ ഫൈൻഡ് ചെയ്യേണ്ടത്? P of x is equal to 3 plus P of x is equal to 4 plus P of x is equal to 5 plus P of x is equal to 6. ഇതെല്ലാം എന്ത് ചെയ്താൽ നമ്മുടെ അതിനകത്തുള്ള ഫോമുലയെ കൊടുത്താൽ മതി. എന്തായിരുന്നു ഫോമുല? e raised to minus lambda, അതായത് e raised to minus 4.8 ഇൻറ്റു ഇത് എല്ലാ ടേമിലും e raised to minus 4.8 വരും. അതുകൊണ്ട് അത് ഞാൻ പുറത്തിട്ടേക്കുവാണേ. 4.8 the whole cube by 3 factorial. അടുത്തയിലാണെങ്കിൽ e raised to minus 4.8 ഇൻറ്റു 4.8 the whole raised to 4 by 4 factorial plus 4.8 the whole raised to 5 by 5 factorial plus 4.8 the whole raised to 6 by 6 factorial. എക്സാമിന് ഇങ്ങനെ നിർത്തിയാൽ മതി എന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങൾ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പം ഞാൻ കാൽക്കുലേറ്റർ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ അതിൻ്റെ ആൻസറിലോട്ട് എത്തുക. ഇതാണ് എന്തുവാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്തത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടി. നമ്മളിപ്പം ഫസ്റ്റ് മോഡ്യൂളിൻ്റെ എല്ലാ ടോപ്പിക്കുമായി ഡിസ്ക്രീറ്റ് എന്താണെന്ന് പറഞ്ഞു, കണ്ടിന്യൂസ് ബൈനോമിയൽ ഒരു പ്രോബ്ലം ചെയ്തു, പോയിസോണിൽ ഒരു പ്രോബ്ലം ചെയ്തു. നമ്മളെ മെയിൻ ലക്ഷ്യം എന്താണ്? ക്വസ്റ്റ്യൻ തിരിച്ചറിയുക. ബൈനോമിയൽ ആണോ പോയിസോൺ ആണോ എന്ന് തിരിച്ചറിയാം. നമുക്ക് കിട്ടേണ്ട മിനിമം മാർക്കെങ്കിലും നമുക്ക് കിട്ടണം. എന്തൊക്കെ കണ്ടുപിടിക്കേണ്ട? അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ട P of x greater than or equal to 3 ആണ്. ഫോമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയെങ്കിലും എഴുതാൻ പറ്റണം. ഇതെല്ലാം കാൽക്കുലേറ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈസിയാണ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ഞാൻ റെക്കോർഡ് ചെയ്യാണ്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയി. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ഇടയ്ക്ക് നിർത്തിയിട്ട് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും എഴുതുന്നില്ല, ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ മാത്തമാറ്റിക്സ് ബൈ 1000 സ്റ്റുഡൻസ് are normally distributed with mean 78% and standard deviation 11%. Determine how many students got marks above 90%. What was the highest mark obtained by the lowest 10% student? Okay, കൂടുതലൊന്ന് വായിക്കണം, നമുക്ക് അറിയാമെന്നുള്ളതിൽ നിന്ന് ചെയ്തു പോവാം. അപ്പോൾ ബാക്കി എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ നോക്കി എന്താണെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് 1000 സ്റ്റുഡൻസിന് മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ മാത്തമാറ്റിക്സ് ബൈ 1000 സ്റ്റുഡൻസ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മീൻ എന്തെന്നാണ് തന്നിരിക്കുന്നത്? 78%. അപ്പോൾ അതെടുത്ത് എഴുതാം. മീൻ ഇസ് ഈക്വൽ ടു എന്തുവാണ്? 78%. ദാറ്റ് ഈസ് mu is equal to 78. ഓക്കെ, അതേപോലെ അടുത്ത പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 11%. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന 11% എന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മയാണ് 11. ഓക്കെ, ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ആദ്യം കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ഹൗ മെനി. അപ്പോൾ ഈ ഹൗ മെനിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൗ മെനി എന്ന് പറയുമ്പോൾ എന്തുവാണ്? നമ്മൾ എത്ര എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് പ്രോബബിലിറ്റി എന്നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ വട്ടായിട്ട് വെച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഹൗ മെനി എന്നാണ് ക്വസ്റ്റ്യനിൽ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി എന്നല്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണോ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്തിട്ട് ഒരു നമ്പർ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, അതാണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ N എത്ര കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? 1000 സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1000 സ്റ്റുഡൻസിൽ എത്ര കുട്ടികൾക്ക് 90% മാർക്കിൽ കൂടുതൽ കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് 90% മാർക്കിൽ കൂടുതൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്തിട്ട് ഇൻറ്റു 1000 ചെയ്താൽ മതി. റിക്വയർഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഇൻറ്റു 1000 ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാണ്? ഹൗ മെനി സ്റ്റുഡൻസ് ഗോട്ട് മാർക്സ് എബോവ് 90%. നമ്മളപ്പോൾ അതിന് എന്താ ആദ്യം ഫൈൻഡ് ചെയ്യുക? പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് ഗോട്ട് മാർക്സ് എബോവ് 90% ആദ്യം ഫൈൻഡ് ചെയ്യും. പ്രോബബിലിറ്റി ദാറ്റ് സ്റ്റുഡൻസ് ഗെറ്റ് മാർക്ക് എബോവ് 90% ആണ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു P of x greater than 90 ആണ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണത്. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോമുല അല്ല. എന്താ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം? ഒരു പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം ആ പ്രോബബിലിറ്റി ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതിയിട്ട് ഉടനെ തന്നെ എന്തിലോട്ട് മാറ്റിക്കൊള്ളണം എന്ന് പറഞ്ഞു? ഇസെറ്റിൻ്റെ ടേമിലേക്ക് മാറ്റണം. ഇസെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ഫോമുല? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നുള്ളതാണ് ഫോമുല. ഈ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ടാണ് ബാക്കി പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ ആക്കുമ്പോഴേക്കും ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് x minus mu by sigma greater than 90 minus mu by sigma. mu നമ്മുടെ കയ്യിലുണ്ട് 78, സിഗ്മ എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് z greater than 90 minus mu by sigma എന്ന് പറയുമ്പോൾ 90 minus 78 by 11. That is equal to probability of z greater than 1.09. ഓക്കെ, ഈ
ഇനി നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ടേബിളിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ടേബിളിന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ അതിൻ്റെ ഫിഗർ സൈഡിൽ വരച്ച് നോക്കാം. ഓക്കെ, അതിൻ്റെ ഫിഗർ സൈഡിൽ വരച്ച് നോക്കുമ്പോൾ ഞാനൊരു നോർമൽ ടേബിൾ വരച്ചു. ഇതിൽ 1.09 എവിടെ മാർക്ക് ചെയ്യണം? നമ്മൾ നടുക്കിലത്തെ ഇത് മീനാണ്, അതിന് നമ്മളെപ്പോഴും 0 എന്നാണ് മാർക്ക് ചെയ്യണം. അപ്പോൾ 0 കഴിഞ്ഞ് ഇപ്പോഴത്തെ സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കത്തില്ലേ? ഇവിടെ ആയിരിക്കത്തില്ലേ 1.09 എന്ന് പറയുന്നത്. ഇസഡ് ഗ്രേറ്റർ ദാൻ 1.09 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഈ പോർഷനെയാണ് നമ്മൾ ഇസഡ് ഗ്രേറ്റർ ദാൻ 1.09 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് ദിസ് റീജിയൻ, ഈ റീജിയൻ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിലൊരു ടേബിൾ ഉണ്ടല്ലോ, നോർമൽ ടേബിൾ. ആ നോർമൽ ടേബിളിനകത്ത് നമുക്ക് എപ്പോഴും 0 മുതൽ ഇങ്ങോട്ടുള്ള വാല്യൂ അല്ലേ കണ്ടുപിടിക്കാം. പോസിറ്റീവ് സൈഡിലുള്ള വാല്യൂ ഉള്ളൂ. അതും 0 മുതൽ ഒരു എ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ വരെയുള്ളതാണ് ആ ടേബിൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്തറിയാം? ഈ ടേബിളിൻ്റെ ടോട്ടൽ ഏരിയ 1 ആണെന്നറിയാം. അപ്പോൾ ഓരോ ഹാഫിൻ്റെ ഏരിയ എത്രയാണ്? 0.5 ആണെന്നറിയാം, ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ പകുതി എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ. ആ 0.5-ൽ നിന്ന് ഈ 0 മുതൽ 1.09 വരെയുള്ള പ്രോബബിലിറ്റി നമുക്ക് മൈനസ് ചെയ്യുവാണെങ്കിൽ ഏരിയ കിട്ടത്തില്ലേ? അപ്പോൾ അതാണ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.09 എന്ന് എഴുതാൻ കാരണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ റീജിയനാണ്. ഈ റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു നോർമൽ ടേബിളാണുള്ളത്. ആ നോർമൽ ടേബിൾ നോക്കാനായിട്ട് നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റത്തുള്ളൂ? ഒറിജിനിൽ നിന്ന് ഒരു ദൂരം വരെ എന്നുള്ള രീതിയിൽ ആ ടേബിളിൽ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ടേബിൾ യൂസ് ചെയ്തിട്ട് വേണം ഈ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഇങ്ങനെ കർവ് വരച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ 1 ആണ്, ഓരോ ഹാഫും 0.5 ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് 0.5-ൽ നിന്ന് ഈ ഒരു വെള്ള കളർ കാണുന്ന ഈ ഒരു പോർഷൻ നമുക്ക് മൈനസ് ചെയ്താൽ മതി. ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ, ഇവിടെ കിടക്കുന്ന വാല്യൂ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഈ വരുന്ന വാല്യൂ, അങ്ങനെ എഴുതിയാൽ മതി. സോ ദിസ് ഈക്വൽ ടു 0.5 മൈനസ് നമ്മുടെ കയ്യിൽ ടേബിൾ ഉണ്ട്. അപ്പോൾ ടേബിൾ നോക്കുവാണെങ്കിൽ 1.09 ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ആയിക്കോട്ടെ. ഇത് ഇവിടുന്ന് ഇങ്ങനെ വരിക 1 പോയിന്റ് എന്ന് പറയുന്നത് ഈ സൈഡ് നോക്കേണ്ടത് 1.0. ആദ്യത്തെ രണ്ട് വാല്യൂ നമുക്ക് ഇവിടെ എഴുതായി വന്നു 1.0. ഇതിൻ്റെ നേരെ 9-ലേക്ക് പോയില്ലേ, ഇത് 9 ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് 1.09 വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ഈ വാല്യൂ ഏതാണ്? 0.3621. അപ്പോൾ ഈ 0.3621 ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. 0.3621 which is equal to 0.1379 എന്ന് കിട്ടി. ഇത് പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് ഗെറ്റ് മോർ ദാൻ 90% ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി അല്ല, ഹൗ മെനി സ്റ്റുഡൻസ് ഗോട്ട് മാർക്സ് എബോവ് 90% എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നമ്പർ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? therefore required number is equal to capital N into probability of x greater than 90. Capital N എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ടോട്ടൽ നമ്പർ, ദറ്റ് ഈസ് 1000 into p of x greater than 90 is 0.1379 which is equal to 137.9. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹൗ മെനി എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എത്ര എണ്ണം എന്നാണ്. എണ്ണത്തിനകത്ത് എവിടെയെങ്കിലും അര എന്നുള്ളൊരു എണ്ണം വരും. ഒരു കുട്ടിക്ക് പകുതി കുട്ടിയെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഇങ്ങനെ വരുമ്പോൾ നമ്മളതിനെ റൗണ്ട് ചെയ്ത് എഴുതണം. അതും 137.9 എന്ന് പറയുമ്പോൾ ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂ 5 ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ 1 ഇപ്പുറത്തേക്ക് ആഡ് ചെയ്ത് നമ്മളിതിനെ 138 എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പോൾ 138 സ്റ്റുഡൻസ് ഗോട്ട് മോർ ദാൻ എബോവ് 90%. അപ്പോൾ 1000 കുട്ടികൾ ഉണ്ടായിരുന്നതിനകത്ത് നമുക്ക് 1000 കുട്ടികൾ ഉണ്ടായിരുന്നതിൽ 138 സ്റ്റുഡൻസിന് എബോവ് 90% മാർക്കാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ട് നോക്കിക്കോണേ. വാട്ട് വാസ് ദ ഹയസ്റ്റ് മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ ദ ലോവസ്റ്റ് 10% സ്റ്റുഡൻറ്റ്. അപ്പോൾ ഹയസ്റ്റ് മാർക്ക്, ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിച്ച 10% കുട്ടികളെടുത്താൽ അവർക്ക് കിട്ടുന്ന ഹയസ്റ്റ് മാർക്ക് എത്രയെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സപ്പോസ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ്, അവരുടെ ഹയസ്റ്റ് മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ലെസ് ദാൻ എ ഇസ് ഈക്വൽ ടു 10% എന്നാണ് തന്നിരിക്കുന്നത്. ദറ്റ് ഈസ് 0.1. സാധാരണ നമുക്ക് എപ്പോഴും എന്താ ഇതിനകത്തുള്ളത് തന്നേക്കും ഈ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഈ പ്രോബബിലിറ്റിയാണ് 10% സ്റ്റുഡൻസിന് ഈ ഒരു മാർക്കിനേക്കാളും ഹയസ്റ്റ് മാർക്ക് സപ്പോസ് എ എന്ന് വിചാരിക്കുക, ആ മാർക്കിനേക്കാളും കുറവാണ്. അപ്പോൾ അവരുടെ ഹയസ്റ്റ് മാർക്ക് ഈ എ എത്രയെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കാതെ നമുക്ക് ഹയസ്റ്റ് മാർക്ക് കണ്ടുപിടിക്കണം. 10% കുട്ടികൾ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് മാർക്ക് വാങ്ങിച്ച 10% കുട്ടികളെ എടുത്താൽ അവർക്ക് കിട്ടിയ ഹയസ്റ്റ് മാർക്ക് എത്ര. അപ്പോൾ ഈ 10% എന്ന് പറയുന്ന ഈ ഇവരുടെ ഹയസ്റ്റ് മാർക്ക്
മാർക്ക് സപ്പോസ് എ ആണെങ്കിൽ എക്കാളും കുറവ് മാർക്ക് കിട്ടിയ ഏറ്റവും ഹയസ്റ്റ് എ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറവെന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ എ എന്നല്ലേ, ഈസ് ഈക്വൽ ടു 0.1. നമ്മൾ എപ്പോഴും എക്സിൽ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്, ഇസെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ പി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ എ മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു 0.1. പി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഓഫ് ഇസെറ്റ് ലെസ് ദാൻ എ മൈനസ് മ്യൂ എന്ന് പറയുന്നത് എന്തുവാണ്, ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 78 ബൈ സിഗ്മ എന്ന് പറയുന്ന 11 ഇസ് ഈക്വൽ ടു 0.1. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫിഗർ വരയ്ക്കണം. സാധാരണ നമ്മൾ ഈ വാല്യൂ ടേബിളിൽ നോക്കിയിട്ട് ഇത് നമ്മൾ കണ്ടുപിടിക്കാറാണ് പതിവ് അല്ലേ. അപ്പം നമുക്കിനി ആദ്യം ഇതിൻ്റെ ഫിഗർ വരയ്ക്കാം. ഇതിൻ്റെ ഫിഗർ ഇത് നോർമൽ ടേബിൾ നമ്മൾ വരച്ചു, നോർമൽ കർവ് നമ്മൾ വരച്ചു. കർവ് വരച്ച് ഇത് 0 ആണെന്ന് നമുക്കറിയാം. 10% എന്ന് പറയുന്ന കുട്ടികൾ വളരെ കുറവ്, 10%. നമ്മളിത് മൊത്തം 100% ആണ് എടുത്താൽ ഇതാണ് 10% സ്റ്റുഡൻസ് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ഈ കുട്ടികളുടെ മാർക്കാണ്, ഹയസ്റ്റ് മാർക്കാണ് എന്ത്, എ മൈനസ് 78/11 എന്ന് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ മൈനസ് 78/11 എന്നുള്ള ഈ മാർക്ക് കിട്ടിയതിനേക്കാളും കുറച്ച് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഇത് കിട്ടിയ കുട്ടികൾ, അത് തന്നെ അതിൻ്റെ ഏക്കാളും കുറവ് മാർക്ക് കിട്ടിയ കുട്ടികളാണ് 10%. അതുകൊണ്ടാണ് ഈ ഒരു അറ്റത്ത് മാത്രം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ കണ്ടുപിടിക്കാന്നാണ് ഈ വാല്യൂ. സാധാരണ നമ്മുടെ ടേബിളിൽ ഇത് തന്നിട്ടുണ്ടായിരിക്കും, ഈ വാല്യൂ അറിയാം. 0 മുതൽ ഇതുവരെ നമുക്കറിയാം. നമ്മളെ ടേബിളിൽ ഈ 0 മുതൽ 1.09 വരെ നമുക്ക് ടേബിളിൽ നോക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ വാല്യൂ തന്നിട്ടില്ല, പകരം ഈ പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ കിട്ടിയ ഈ പ്രോബബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 0.1 എന്നുള്ള ആൻസറിൽ നമ്മൾ എങ്ങനെയായിരിക്കും എത്തിയത്, നമുക്കറിയാം ഈ ടോട്ടൽ ഏരിയ 1 ആണ്. അപ്പോൾ ഈ ഹാഫ് എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ. സോ 0.5 മൈനസ് പി ഓഫ് ഇത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ, അതായത് പി ഓഫ് എ മൈനസ് 78/11 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0 ഇസ് ഈക്വൽ ടു 0.1 ആണോ. അടുത്ത ഈ മൈനസ് പ്രോബബിലിറ്റി അപ്പുറത്തേക്ക് കൊണ്ടേക്കും, ഈ പോയിന്റ് 1 ഇപ്പുറത്തേക്ക് കൊണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇത് നമുക്ക് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റിലുള്ള ദൂരം തന്നെയല്ലേ, 0 മുതൽ തിരിച്ച് ഈ എ മൈനസ് 78/11 എന്ന് ഇപ്പുറത്ത് വന്നാൽ അത്രയും ദൂരം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ എ മൈനസ് 78/11 ഇസ് ഈക്വൽ ടു, ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ് ഈ ആദ്യം ഇത് എഴുതിയേക്കുന്നത്. 0.1 ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 0.5 മൈനസ് 0.1 ദറ്റ് ഈസ് ഈക്വൽ ടു 0.4. ഓക്കെ ആണല്ലോ. ഇനി ഈ 0.4 എന്നുള്ള വാല്യൂ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടേബിളിനകത്ത് നോക്കണം. കാരണം നമ്മളെപ്പോഴും ഈ വാല്യൂ നോക്കിയിട്ട് ഈ 0.4 കണ്ടുപിടിക്കാറാണ് പതിവ്. ഇപ്പം എന്താ നോക്കിക്കേ, 0.4 എന്നുള്ള വാല്യൂ, ഇവിടുത്തെ വാല്യൂ നമുക്കറിയാം, ഇത് നമുക്കറിയില്ല. അപ്പം ഈ 0.4 നമുക്ക് സാധാരണ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതിനകത്ത് നോക്കുമ്പോഴാണ് 0.4 കിട്ടണത് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നോക്കുക, എവിടെയാണ് 0.4 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 0.34 ആയിട്ടേ ഉള്ളൂ. നോക്കി ഇവിടെയാണ് 0.4 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 0.4015 നേരെയുള്ള വാല്യൂ എന്താ, 1.2. ഇതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോഴോ 0.09, അതായത് ഇതിനെ ടോട്ടലായിട്ട് വായിച്ചാൽ 1.29. അപ്പോൾ എന്താ അർത്ഥം, ഈ കിടക്കുന്ന വാല്യൂ ആണ് നമുക്ക് 1.29 എന്ന് കിട്ടിയ. എ മൈനസ് 78/11 ഇസ് ഈക്വൽ ടു 1.29. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഞാൻ, 1.29 എന്ന് പറഞ്ഞ്, അതായത് എ മൈനസ് 78/11 ഈ 0യുടെ ഏത് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ എപ്പോഴും നെഗറ്റീവ് വാല്യൂസ് അല്ലേ വരത്തുള്ളൂ, അപ്പുറത്തോട്ടല്ലേ പോസിറ്റീവ് വാല്യൂ വരുന്നത്. സോ ഇപ്പോൾ ഈ കിട്ടിയ 1.29 ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആണ്, നെഗറ്റീവ് വാല്യൂ ആണ്. therefore എ മൈനസ് 78 ഇസ് ഈക്വൽ ടു minus 1.29 into 11, that is equal to minus 14.19. That is A is equal to minus 14.19 plus 78, that is equal to 63.81. Therefore highest mark by 10% student is equal to 16.81. നമുക്കൊന്ന് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം 64. കാരണം ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂ 5 ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമുക്ക് 1 ഇപ്പുറത്തേക്ക് ആഡ് ചെയ്യാം. മാർക്ക് ആയതുകൊണ്ടാണ് ഞാനത് റൗണ്ട് ചെയ്ത് 64 എന്ന് എഴുതി. അപ്പോൾ ഏറ്റവും 10% കുട്ടികൾ, ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിച്ച് 10% കുട്ടികൾ എടുത്തപ്പോൾ ആ 10% കുട്ടികൾക്ക് കിട്ടിയ ഹയസ്റ്റ് മാർക്ക്, ആ കുട്ടികളിൽ ഏറ്റവും 64 മാർക്കിന് താഴെ മാർക്ക് കിട്ടിയ കുട്ടികളെയാണ് നമ്മൾ ലോവസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടികളായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? Third question B part, derive the mean and variance of uniform distribution in the interval a, b. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ നോക്കിയാൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചേക്കുവാണ് മീൻ ആൻഡ് വേരിയൻസ് ഡെറൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മീൻ ആൻഡ് വേരിയൻസിൻ്റെ ആ ഒരു സെക്ഷൻ 5 എണ്ണം പഠിച്ചു വെച്ചിരുന്ന കുട്ടിക്ക് ആ പ്രാവശ്യത്തെ എക്സാമിന് ഈ 2 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 8 മാർക്ക് 16 മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം അത്രയ്ക്ക് ഈസിയാണ്. ആ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാതെ പോരുത്. അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ്
ഇതിപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര ലക്കാണ് ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മീൻ ആൻഡ് വേരിയൻസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാം. അപ്പോൾ യൂണിഫോം ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്തുവാണ്? PDF ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എഴുതണം. അപ്പോൾ PDF ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ തന്നെ എഴുതണം. ഞാൻ UD എന്ന് എഴുതുവാണ്. ഈസ് f of x is equal to 1 by b minus a for a less than x less than p or 0 otherwise. ഓക്കെ, നമുക്ക് മീൻ ആൻഡ് വേരിയൻസ് ആ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് എന്തുവാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. കാരണം ഇത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ സമ്മേഷൻ അല്ല, ഇൻ്റഗ്രൽ ആണ് സിമ്പിൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ഈ a to bക്കകത്ത് മാത്രമേ ഈ ഫംഗ്ഷൻ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും 0 ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ -∞ to ∞ എന്തായി മാറും? ഇൻ്റഗ്രൽ a to b x ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by b minus a dx എന്നാവും. ഈ b minus a എന്ന് പറഞ്ഞാൽ എന്തുവാണ്? b minus a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1 by b minus a എന്ന് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ 1 by b minus a ഇൻറ്റു ഇൻ്റഗ്രൽ a to b x dx എന്ന് വരും. ഇൻ്റഗ്രൽ എക്സ് എന്താണ്? ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ x²/2 അല്ലേ? ഇൻ്റഗ്രൽ എക്സ് ഈസ് x²/2, ലിമിറ്റ് ഈസ് ഫ്രം a to b. എഗെയിൻ ഈ 1/2 കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ 1/2 ഇൻറ്റു b മൈനസ് a എന്ന് എഴുതുവാണ്. അതിനൊപ്പം തന്നെ ഞാൻ അകത്ത് ലിമിറ്റും അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എപ്പോഴും ഇൻ്റഗ്രേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ b² മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പം a². സോ ദിസ് ഈസ് ഈക്വൽ ടു, അങ്ങനെ എഴുതാം നമുക്ക് b² മൈനസ് a²നെ b മൈനസ് a ഇൻറ്റു b പ്ലസ് a ബൈ 2 ഇൻറ്റു b മൈനസ് a. കാരണം നമുക്കൊരു ഫോമുല ഇല്ലേ, a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a മൈനസ് b ഇൻറ്റു a പ്ലസ് b എന്ന്. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത്? തന്നെ b മൈനസ് a ഇൻറ്റു b പ്ലസ് a എന്ന്. ഓക്കെ, ഈ b മൈനസ് a മുകളിലത്തെ b മൈനസ് a ക്യാൻസൽ ആയി പോകുമ്പോൾ ആൻസർ എന്താ പറയുന്നത്? b പ്ലസ് a/2 ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു b പ്ലസ് a എന്ന് എഴുതിയാലും a പ്ലസ് b എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ എഴുതി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a പ്ലസ് b/2. അത് നമുക്കൊരു ബോക്സിനകത്ത് ഇടാം. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? മീൻ ആയിട്ടേ ഉള്ളൂ. നമുക്ക് അടുത്തിനി ഫൈൻഡ് ചെയ്യേണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്ത ഇതിൽ നമുക്ക് ഇ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ a പ്ലസ് b/2 ഉണ്ട്, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് ഇ ഓഫ് x² ഫൈൻഡ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇ ഓഫ് x² കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്തോ? എക്സ്പെക്റ്റേഷൻ ഓഫ് x² എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ -∞ to ∞ x² ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. കണ്ടിന്യൂസിൻ്റെ റാൻഡം വേരിയബിളിലുള്ള കേസായത് കാരണം ഇൻ്റഗ്രലാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത ഇൻ്റഗ്രൽ എന്നുള്ളത് മാറിയിട്ട് ഇവിടുത്തെ ലിമിറ്റ് എന്താണ്? a to b ആണ്. കാരണം ഇവിടെ ഇൻ്റഗ്രൽ a to b മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ a to b x² ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 by b മൈനസ് a dx. അല്ല, 1 by b മൈനസ് a പുറത്തേക്ക് വരുമ്പം ഇൻ്റഗ്രലിനകത്ത് എന്തായി മാറും? ഇൻ്റഗ്രൽ a to b x² മാത്രമാവും. അടുത്ത x²നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അത് എന്തായി മാറും? x² ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x³/3 ആണ്. ലിമിറ്റ് ഈസ് ഫ്രം a to b. ഓക്കെ, 3നെ കൂടെ പുറത്തേക്ക് എടുത്താൽ ഇത് 1/3 ഇൻറ്റു b മൈനസ് a ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ b³ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ a³. അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു b മൈനസ് a ഇൻറ്റു b³ മൈനസ് a³ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് b മൈനസ് a ഇൻറ്റു b² പ്ലസ് ab പ്ലസ് a² എന്ന് എഴുതാം. കാരണം a മൈനസ് b ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? a മൈനസ് b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് a². അപ്പോൾ ആ എക്സ്പാൻഷൻ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. b മൈനസ് a ക്യാൻസലായി പോയി. ബാക്കി എന്താ വന്നേ? a² പ്ലസ് ab പ്ലസ് b². ഒരു ഭംഗിക്കാണ് ആദ്യം a എഴുതിയത്. ഇപ്പോൾ എയിൽ നമ്മൾ ആദ്യം പറയാം, അതുകൊണ്ടാണ് a ആദ്യം എഴുതിയത്. b² പ്ലസ് ab പ്ലസ് a² എന്ന് ഇട്ടാലും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് x² കിട്ടി. ഇനി നമുക്കിതിനെ വേരിയൻസിൻ്റെ ഫോമിലേക്കകത്തോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എന്താ എക്സ്പെക്റ്റേഷൻ ഓഫ് x² കിട്ടിയിരിക്കുന്നത്? a² പ്ലസ് ab പ്ലസ് b² ദ ഹോൾ ബൈ 3 മൈനസ് ഓഫ്, ശ്രദ്ധിക്കണേ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്തുവാണ്? a പ്ലസ് b/2. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം a പ്ലസ് b ദ ഹോൾ സ്ക്വയർ ബൈ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അതാണ് a പ്ലസ് b/2 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്കിനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, a² പ്ലസ് ab പ്ലസ് b² ബൈ 3 മൈനസ് ഓഫ് a പ്ലസ് b ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? a² പ്ലസ് 2ab പ്ലസ് b² ദ ഹോൾ ബൈ 4. ഇത് LCM എടുക്കുവാണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരേണ്ടത് 12 ആണ്. 3 ഇൻറ്റു 4 ആണ് ഈ 12.
അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 3 4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും 4a² പ്ലസ് 4ab പ്ലസ് 4b². 3 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും കൂടി ചേർത്താണ് അകത്തേക്ക് എഴുതുന്നത്. -3a² മൈനസ് 6ab മൈനസ് 3b². ഓക്കെ, 3 ഇൻറ്റു എ ആണ് a², 3 ഇൻറ്റു 2 ആണ് 6 ആയത്, 3 ഇൻറ്റു b² ആണ് മൈനസ് 3b² ആയത്. ഇനി ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 4a² മൈനസ് 3a² കൂടെ a², 4ab മൈനസ് 6ab കൂടെ മൈനസ് 2ab, 4b² മൈനസ് 3b² കൂടെ പ്ലസ് b² ബൈ 12, which is equal to a minus b the whole square by 12. മനസ്സിലായില്ലേ? ഇതിപ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 12 എന്ന് എഴുതാം. ചില കുട്ടികൾക്കാണെങ്കിൽ ഇത് ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 12 ആയിരിക്കും. എ മൈനസ് ബി ആയാലും ബി മൈനസ് എ ആയാലും സെയിം ആണ്, കാരണം ദ ഹോൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് എങ്ങനെ കൊടുത്താലും നമുക്ക് ആൻസർ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഇതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ വേരിയൻസ് ഡിറൈവ് ചെയ്യുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും നോക്കിക്കൊള്ളുക. അപ്പം എപ്പോഴും വീണ്ടും ഞാൻ എടുത്ത് പറയുവാണ്, ഈ 5 ക്വസ്റ്റ്യൻ മീൻ ആൻഡ് വേരിയൻസ് ഡിറൈവ് ചെയ്യുക എന്നുള്ള ഈ 5 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് എക്സാമിനുള്ളതാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ടേ വരാവൂ.